അപ്പോൾ ഞാനൊക്കെ എൻ്റെ നീറ്റ് പ്രിപ്പ് ടൈമിൽ ഞാൻ ഇങ്ങനെ പേസ്റ്റ് ഒക്കെ ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു ഐക്കോണിക് ആണ്. ഓ പഴം, ക്യാരറ്റ്, കുക്കുംബർ. ഇനി നമുക്ക് ഷുക്കൂറിന്റെ സ്റ്റഡി സ്പേസിലേക്ക് പോവാണെങ്കിൽ ₹1 ഒരു 6 പൊറോട്ട ഒരാൾക്ക്. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മെഡിക്കൽ കോളേജ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് 1 മെഡിക്കൽ കോളേജായ എയിംസ് ഡൽഹി. എയിംസ് ഡൽഹിയിൽ നിങ്ങളുടെ എയിംസ് ഡൽഹി എന്നൊക്കെ ഗൂഗിളിൽ അടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കാണുന്നൊരു പിക്ചർ ഉണ്ട് അല്ലേ, നമ്മൾ എവിടെയാണ് ആ കോളേജിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് സൈഡൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പ്ലസ് ഇന്ന് നമ്മുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. ഞാൻ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡോക്ടർ അബ്ദുൾ ഷുക്കൂർ. ഇവിടുത്തെ ഹൗസ് സർജൻ ആണ് ഡോക്ടർ അബ്ദുൾ ഷുക്കൂർ. അപ്പോൾ അബ്ദുൾ ഷുക്കൂർ ആയിരിക്കും നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലേ, എയിംസ് ഡൽഹിയിലേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. യെസ്, ഇതാണ് എയിംസ് ഡൽഹിയുടെ ഫസ്റ്റ് വ്യൂ. ഷുക്കൂർ കാണിച്ചു. ഇതാണ് നമ്മുടെ നിങ്ങൾ ഗൂഗിളിൽ അടിക്കുമ്പോഴൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി. ഇപ്പം ഞാനൊക്കെ എൻ്റെ നീറ്റ് പ്രിപ്പ് ടൈമിൽ ഞാൻ ഇങ്ങനെ പേസ്റ്റ് ഒക്കെ ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു ഐക്കോണിക് വ്യൂ ആണ്. ഞാൻ കുറച്ചും കൂടെ എടുത്ത് പോയിട്ട് നമുക്ക് കാണാം. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിന് ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുങ്ങുന്നുണ്ടാവും വീഡിയോ എടുക്കുന്ന സമയത്ത്. സ്റ്റിൽ നമുക്ക് കോളേജ് കാണാൻ പോകാം. കോളേജിലെ പുറത്തുള്ള കാര്യങ്ങളും പിന്നെ ഷുക്കൂറിൻ്റെ ഹോസ്റ്റല്, പിന്നെ നമ്മുടെ വീഡിയോഗ്രാഫറിനെ കൂടി ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ വീഡിയോഗ്രാഫറായിട്ട് ഇന്നിവിടെ നമ്മുടെ കൂടെ ഉള്ളത് ഷെഫീനാണ് കേട്ടോ. 2025 ബാച്ചിലെ ഡൽഹി എയിംസിലുള്ള ആകെയുള്ളൊരു മലയാളി അല്ലേ? അതെ, ഷെഫിനാണ് ആകെയുള്ളൊരു മലയാളം ഷെഫി. അപ്പോൾ ഷെഫിനായിരിക്കും നമ്മുടെ വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ടാവുക. അപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഫ്രെയിമൊക്കെ കാണുമ്പോൾ ആലോചിക്കണം ഷെഫിനാണ് നമുക്കിതൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. അതെ, ഷെഫിൻ്റെ കൈകളാണ് ഉള്ളത് അല്ലേ. പേഴ്സണലി പറഞ്ഞാൽ മതി എന്നല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് എയിംസ് ഡൽഹി കാണാം. അപ്പോൾ ഇതാണ് എയിംസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് കൊടുത്ത ഒരു ഇതിലെ ബിൽഡിംഗ്. ഇതാണ് മെയിൻ ബിൽഡിംഗ്. ഇവിടെ നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഓഡിറ്റോറിയം വരും, ജയലൻ ഓഡിറ്റോറിയം. പിന്നെ ഇവിടെ നമ്മൾ അക്കാഡമിക്സ് ഫുള്ള് നടക്കുക, ലെക്ചർ തിയേറ്റേഴ്സ്, പിന്നെ വാർഡൊക്കെ ഉണ്ട് മെഡിസിൻ്റെ. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഓരോ ഫ്ലോറിലായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു അക്കാഡമിക്സ് നടക്കുന്ന ഒരു ഇതാണ്. കണ്ടോ ഇവിടേക്ക് കണ്ടില്ല, ഇത് കുറേ ഫ്ലോറൊക്കെ ഉള്ളതാണ്. ഇവിടെയാണോ ലെക്ചർ ഹാൾസ്, ലെക്ചർ തിയേറ്റർ കോംപ്ലക്സ് ഒക്കെ വരുന്നല്ലേ. അപ്പൊ നിങ്ങളുടെ ലെക്ചർ ഹോളൊക്കെ എങ്ങനെയാ, ഇങ്ങനെ അട്ടിക്കട്ടിക്കാണ് നമ്മളെ പോലെ? ലാബൊക്കെ അതാ അവിടെ വരിക. അതിനാണ് എക്സാം സെക്ഷൻ, ലാബ്, അങ്ങനത്തെ ഫുൾ സാധനങ്ങൾ. അതാണ് ആ ബിൽഡിംഗ്. അതൊന്നും കാണിച്ചു. ആ ബിൽഡിംഗ് കണ്ട, കൺവേർജൻസ് ബ്ലോക്ക്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോവാം. നമ്മുടെ എയിംസിൻ്റെ ലോഗോ, മെയിൻ ലോഗോ. പിന്നെ ഇത് പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് മരണപ്പെട്ട ഡോക്ടേഴ്സാണ്, റെസ്പെക്റ്റ്. പിന്നെ ഇതിൻ്റെ നേരെ ബാക്കിൽ ഇതാ ഇവിടെ ഒരു എൻട്രൻസ് കാണുന്നുണ്ടോ, ഇവിടെയും പിന്നെ അവിടെ മെയിൻ എൻട്രൻസ് അവിടെ. ഇതാണ് നമ്മളെ ജയലൻ ഓഡിറ്റോറിയം. വാ, ജവഹർലാൽ നെഹ്റു ഓഡിറ്റോറിയം. ഇതവിടെ എൻട്രൻസ് കാണാം. പക്ഷെ അതിപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റൂല, റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോർക്ക് വന്ന ഇവിടെ ലെക്ചർ തിയേറ്റർ 1. ഇതേപോലെ ഓരോ ഫ്ലോറിലും ഓരോ LT1 ഇതിപ്പോൾ LT1 LT2 LT3 LT3 LT4 അങ്ങനെ ഉണ്ടാവും. ഇതാണ് LT1. ഇതും നമുക്ക് ഇപ്പോൾ എൻ്റർ ചെയ്യാൻ പറ്റൂല, അത് ക്ലോസ് ചെയ്ത് വെച്ചു. ഇനി ഇതേപോലെ എല്ലാ ഫ്ലോറിലും ഉണ്ടാവും LT1 2 3 4 5. ഓക്കെ, വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. പക്ഷെ ഞങ്ങൾക്ക് ലിഫ്റ്റ് മതി. ഇതൊക്കെ എടുത്തോ, ഇതാണ്ടോ ലിഫ്റ്റ്. ഇപ്പോഴത്തെ ഹോസ്റ്റലിൽ ലിഫ്റ്റ് ഇല്ലേ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളവിടെ മോഡലൊക്കെ കണ്ടല്ലോ, ഇതെവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഇത് 24/7 ഓപ്പണാണ്. ഭയങ്കര ഒരു ഇഡ്ഡലിക്ക് എത്രയാടാ, ₹4 ₹3 അങ്ങനെയൊക്കെ. സ്റ്റുഡൻസ് മാത്രമാണോ പുറത്തുള്ളവർ? സ്റ്റാഫും പുറത്തുള്ളവരും കഴിക്കലുണ്ട്. ഇപ്പോൾ ID കാർഡ് വെച്ചൊന്നല്ല കയറ്റുക. കണ്ടോ ഷെഫിന് ആ സൈഡിൽ ഒന്ന് കാണിച്ചെടുത്ത. ഇതാണ് ക്യാൻറ്റീൻ. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വിമാനം. ഇതാണ് പിന്നെ നമ്മുടെ ലൈബ്രറി. 24/7 ഓണാണ്. ആകെ പബ്ലിക് ഹോളിഡേയ്സിൽ മാത്രമേ ഓഫ് ഉണ്ടാവുള്ളൂ. പിന്നെ അതൊക്കെ പിന്നെ ഓരോ ഇങ്ങനെ ബിൽഡിംഗ് ആണ്. ഓക്കെ, എയിംസോണിയൻസ്, നമ്മുടെ എയിംസ് ഡൽഹിയിൽ അലുമിനിയസ് മാത്രമല്ല, ഞങ്ങളൊക്കെ ഇവിടെ പഠിച്ചവർക്കുള്ളൊരു ടാഗ് എയിംസോണിയൻ. ഇനി ഇത് എയിംസിൽ ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ലാൽ ബിൽഡിംഗ് റെഡ് ബിൽഡിംഗ് എന്ന് പറയും. അതാണിത്. അതായത് കാർഡിയോതൊറാക്സിക് ആൻഡ് ന്യൂറോ സെൻറ്റർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ബിൽഡിംഗ് ആണ് ഈ റെഡ് ബിൽഡിംഗ്. വാ, പിന്നെ അതിൻ്റെ നേരെ തൊട്ട് പുറത്തുള്ളത് ആദ്യം ഇത് കാണിക്കുക, ഫുള്ളായിട്ടൊന്ന് കാണിക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഇപ്പുറത്ത് ഇതും അതെ CN ടവർ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ്, ഓങ്കോളജി, IRCH എന്ന് പറയും. ഓക്കെ, അതാണ് ഇവിടെ ഉള്ളത്.
ഹായ് വിമാനം. ഹായ് ഹായ്. ഇത് ഫ്ലൈറ്റ് ഇഷ്ടം പോലെ വരുമ്പോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എയിംസിലെ മെയിൻ ഗേറ്റ് നമ്പർ 1. അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഇതാ നമ്മൾ അവിടെ കണ്ടില്ല ബിൽഡിങ്, അതിൻ്റെ നേരെ അതേപോലത്തെ വേറൊരു ഐക്കോണിക് ബിൽഡിംഗ് ആണിത്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന് എഴുതിയ. പിന്നെ ഇനി ഈ സൈഡിൽ പോയാലാണ് നമ്മുടെ എമർജൻസി വാർഡൊക്കെ ഉണ്ടാവുക. ആ സൈഡിൽ ആണ് പിന്നെ ഗേൾസ് ഹോസ്റ്റൽ. അതിന് നമുക്ക് അവിടെ പോകുമ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ അവിടുന്ന് കണ്ട റെഡ് ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ, അതായത് നമ്മൾ ഗേറ്റ് 1 കൂടെ ഇങ്ങനെ എൻ്റർ ചെയ്തുമ്പോൾ ഈ ഒരു പോർഷനേക്കാരും കാണാം. ഓക്കെ, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് ഗേൾസ് ഹോസ്റ്റലിൻ്റെ ഭാഗത്തോട്ട് കേട്ടോ. ഈ റൂട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഓൾഡ് ഓട്ടി അതൊക്കെ ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് കാണല് വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നുമില്ല, നമുക്ക് ഹോസ്റ്റലും ഇതൊക്കെ കാണാം. ഈ റൈറ്റ് കണ്ട് നെക്സ്റ്റ് റൈറ്റ് എടുത്താലാണ് അവിടെ ഗേൾസ് ഹോസ്റ്റൽ കോംപ്ലക്സ്, നേരത്തെ കണ്ട ബോയ്സ് ഹോസ്റ്റൽ കോംപ്ലക്സ് പോലെ. അപ്പോൾ ഇതാണ് ഇനി ഈ റൈറ്റ് കാണാൻ തിരിഞ്ഞാൽ ഈ ഒരു ഈ കമ്പിൻ്റെ പുറത്ത് ഇതാണ് ഗേൾസ് ഹോസ്റ്റൽ കോംപ്ലക്സ്. അതിൻ്റെ തൊട്ട് പുറത്തുള്ളത് ഇതാണ് ഫാക്കൽറ്റി ക്ലബ്ബ്. അതാണ് ഫാക്കൽറ്റീസിൻ്റെ ഇതാണ്. ഇവിടെ ഇനി നമ്മുടെ ഗേൾസ് ഹോസ്റ്റൽ. നേരത്തെ ബോയ്സ് ഹോസ്റ്റലിൽ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞ പോലെ ഇതാണ് ഗേൾസ് ഹോസ്റ്റലിൻ്റെ ഫസ്റ്റ് ഇയർ വന്നാൽ നിൽക്കുന്ന ഹോസ്റ്റലാണ് അവിടെ. ഇനി ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് വന്നാൽ ഇതൊക്കെ ഗേൾസ് ഹോസ്റ്റലാണ്. ഇത് ഹോസ്റ്റൽ നമ്പർ 9 ഈ റൈറ്റിൽ കാണുന്നത്. പിന്നെ ഇവിടെ ഹോസ്റ്റൽ നമ്പർ 10, പിന്നെ ഹോസ്റ്റൽ നമ്പർ 13, ഇതൊക്കെ എന്താണ് ഗേൾസ് ഹോസ്റ്റൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഗേൾസ് ഹോസ്റ്റൽ കണ്ടില്ലേ, അവിടുന്ന് ഇങ്ങനെ നേരെ നടന്ന് വന്ന്, അതായത് അവിടെ മോട്ടിവേഷൻ ലൈൻ, അവിടുന്ന് ഇങ്ങനെ നേരെ വന്നാൽ ഇതാണ് സഫൽ. സഫൽ പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന കടയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് മദർ ഡയറി, ഇപ്പോൾ മിൽമ ബൂത്ത് എന്നൊക്കെ പറഞ്ഞ വരെ ഒരു മദർ ഡയറി ബൂത്ത്. അവിടെ ഇതേപോലത്തെ മിൽക്ക് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അത് പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഡൽഹിയിലെ ബോയ്സ് ഹോസ്റ്റൽ കാണിച്ചു തരാം. ഇതാണ് എയിംസ് ഡൽഹിയിലെ ബോയ്സ് ഹോസ്റ്റൽ. യെസ്, ഇതാണ് അബ്ദുൾ ഷുക്കൂർ. അതെ, വീണ്ടും അബ്ദുൾ ഷുക്കൂറിന്റെ റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. കുറേ സാധനങ്ങൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ടേക്ക് ദ റിസ്ക് ഓർ ലൂസ് ദ ചാൻസ്. യെസ്, പ്ലാൻ ബി എന്താ ഷുക്കൂറിന്റെ? ബിറ്റ്കോയിൻ അതറിയില്ല. യൂട്യൂബറൊക്കെ ആയിട്ട് ബിറ്റ്കോയിൻ അറിയില്ല. സോറി കുട്ടികളങ്ങനെ അറിയിക്കല്ലേ. പിന്നെ നോ എക്സ്ക്യൂസസ്, നെവർ ഗിവ് അപ്പ്, സ്റ്റേ ഹംബിൾ, ഹാർഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ മോട്ടിവേഷൻ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പ്ലസ് കുറെ കാർ. ഇതിൽ ഏറ്റവും ഡ്രീം കാർ ഏതാ? ബുഗാട്ടി. ഒരു ഡോക്ടറായിട്ട് അതൊക്കെ വാങ്ങിക്കട്ടെ. ജിം മോട്ടിവേഷൻ ഉണ്ട്, പ്ലസ് ബോക്സിങ്ങിന്റെ സാധനങ്ങള്. ഇത് മറക്കാൻ വേണ്ടി പിന്നെ പൊട്ടി. അതെ, നെവർ സ്റ്റോപ്പ് ഡ്രീമിങ് എന്നുള്ളത് അവിടെ. പക്ഷെ ഇവിടെ ഒക്കെ പൊട്ടി വരുന്നത് കുഴപ്പമില്ല. പിന്നെ അവന്റെ ഒരു AC വെച്ചിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു AC വരെ വെച്ചിട്ടുള്ളതാണ്. പ്ലസ് മഞ്ചക്, പിന്നെ മറ്റേത് എന്താ പറയാ, ഇത് ഗോദ്രേജ് എയർ ഫ്രഷ്നർ. നമുക്ക് ബുദ്ധിയില്ലാന്ന് വിചാരിക്കട്ടെ ആൾക്കാര്. പിന്നെ വെയിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഓരോ സാധനത്തിനും അളവ് അനുസരിച്ചിട്ടാണ് കഴിക്കാറ്. സ്ട്രിക്റ്റ് ആയിട്ട് ആകുമ്പോ. റിച്ച് ഡാഡ് പുവർ ഡാഡ് ആ ബുക്ക് വായിക്കുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നുള്ളത് ഈ ഡൽഹിയിലെ എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് എയർ പ്യൂരിഫയർ, യോഗ മാറ്റിൽ എന്താ ചെയ്യല്? സ്ട്രെച്ചിങ്, മോർണിംഗ് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും. ഗുഡ്. ഇതാണ് MBBS പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. കുറച്ചുള്ളൂ. ഇതില് കൂടുതലുണ്ടാവുമല്ലോ. ഇതില് കൂടുതലുണ്ട്. ഞാൻ ആവശ്യമുള്ള മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതൊക്കെ നീറ്റിന്റെ ബുക്കാന്ന് കണ്ടാ മനസ്സിലാവും. പ്രൊമോഷന് വരുന്ന ബുക്സ് ആണ് അല്ലേ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പഠിക്കാൻ. പിന്നെ അധികം ഐപാഡ് അല്ല വായിക്കല്. ഐപാഡില് ഓൺലൈനായിട്ട് ബുക്ക് PDF ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ വായിക്കും. പിന്നെ ഇനി നമുക്ക് കുറച്ച് തിന്ന കാര്യത്തിലേക്ക് പോവാം. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം അതന്നെയാണ്. എയർ ഫ്രയർ എന്ന് വെച്ചാൽ ചിക്കനൊക്കെ വേവിക്കാനും അതാക്കാനൊക്കെ വെക്കാറുണ്ട്. മസിൽ പ്രോട്ടീൻ. യെസ്, വേ പ്രോട്ടീൻ. ഓക്കെ, മസിൽ ഉണ്ടാക്കാൻ അതിനാണ് ഞാൻ മസിൽ പ്രോട്ടീൻ. ഓക്കെ, വേ പ്രോട്ടീൻ. പിന്നെ ഉള്ളത് ബേബി വൈപ്സ്. ബേബി ആയിട്ടുള്ള നമുക്ക് ഫ്രിഡ്ജിൽ എന്തൊക്കെ ഉള്ളത് നോക്കാം. അയ്യോ, തുറന്നു
എന്താണുള്ളത്? ഓ, പഴം, ക്യാരറ്റ്, കുക്കുംബർ, പ്രോട്ടീൻ ഓട്സ്, പിന്നെ പുറത്ത് സോസും കാര്യങ്ങളും. പിന്നെതാ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. സോസ്, ഇത് പീനട്ട് ബട്ടർ, ഇതൊക്കെയാണ് ഷുക്കൂർ ഡെയിലി കഴിക്കാറ്. പിന്നെ ഇനി നമുക്ക് ഷുക്കൂറിന്റെ സ്റ്റഡി സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ സ്വന്തമായിട്ടുള്ളൊരു സ്റ്റഡി സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വർക്കിംഗ് സ്പേസ് എന്നൊക്കെ പറയും. ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5000 രൂപക്കായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൈസ വിഷയമല്ല, പൈസ വിഷയമല്ല. പിന്നെ ഉള്ളത് ഇവിടെ ഏതാ, ഓ പുതിയ മാക് ബുക്ക് എടുത്തിട്ടുണ്ട്, മഷാല്ലാ. ഐപാഡ് ഉണ്ട്, മഷാല്ലാ. എല്ലാവരും മഷാല്ലാ പറയാ. പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ് ഉണ്ട്, പിന്നെ സ്പീക്കർ. ഇതിലേത് പെർഫ്യൂം, ഏറ്റവും അടിപൊളി പെർഫ്യൂം അല്ല 9 PM ഈ ബ്ലാക്ക് ഈ സൈഡ് ഇത് 9 PM. ഓക്കെ, അഫ്നാൻ 9 PM. പിന്നെ ഇതുവരെ വായിക്കാത്ത ബുക്കുകൾ, അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ, ദി സൈക്കോളജി ഓഫ് മണി. ഇതൊന്നും വായിച്ചിട്ടില്ല, വെറുതെ വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഇതാണ്. പിന്നെ സ്ക്രബും പിന്നെ ബോക്സിംഗ് ഗ്ലൗസും. ഈ പറഞ്ഞു ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് വരട്ടെ. ഇതൊക്കെ വായിക്കാൻ വെക്കണോ? അതിനെന്താ, ഇതൊക്കെ വേണം, ഇതൊന്നും കട്ട് ചെയ്യരുത്. ഓക്കെ, ഇതാണ് ഒരു സെറ്റപ്പ്. ഇനി എന്നോട് പറഞ്ഞത് അവന്റെ എന്ത് കാണിക്കാൻ, സ്ക്രബ്സ് കാണിക്കാൻ. അബ്ദുൾ ഷുക്കൂർവി, ഡോക്ടർ അബ്ദുൾ ഷുക്കൂർവി. റിച്ച്മൻ ആണോ? പക്ഷെ അതിന്റെ ഇത് വയ്ക്കണം, റിച്ച്മൻ ആണെന്നൊക്കെ പറയുന്നു. പക്ഷെ മൈക്രോട്ടോണിനേക്കാളും കഷ്ടമാണ്. അത് ഷോക്ക് വേണ്ടി എന്റെ മെയിൻ ഇതാ സൈഡിൽ അങ്ങോട്ട് അവിടെ തൂക്കിയിട്ടിരിക്കണം. അത് ജസ്റ്റ് ഷോക്ക് വേണ്ടി വെച്ചത്. അതാണ് ലിറ്റ്മാനൊന്നുമല്ല, ലൈഫ് ടോൺ. മൈക്രോടോൺ, ലൈഫ് ടോൺ. പിന്നെ അവിടെ കുറച്ച് ലഗേജ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തങ്ങൾക്ക് അലമാരുണ്ട്. ഇത് കാണിച്ചു തരാൻ പറഞ്ഞു, സ്പെഷ്യൽ മെൻഷൻ കൊടുക്കാൻ പറഞ്ഞാണ്. പിന്നെ ഷൂറാക്ക്, കൊറേ ഷൂ ഉണ്ട്. ഷൂറാക്ക് കൊറേ ഷൂ. ഈ ചെറിയ റൂമിൽ ഇത്രയും കൊറേ സാധനങ്ങൾ. അതാണ് ഇന്റീരിയർ ഡിസൈനിങ്. ഇന്റീരിയർ ഡിസൈനേഴ്സ് ഇതൊന്ന് കണ്ടിട്ട് പറയുമോ ഇവിടെ എവിടെയാ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഇതാണ് ഷുക്കൂറിന്റെ റൂമിന്റെ ഒരു അവസ്ഥ. കൊട്ടാരം എന്ന് പറഞ്ഞാല് നമ്മള് നോർമൽ മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ജിംഖാന്റെ മുന്നിൽ തന്നെ ഒരു ചെറിയ പാർക്ക് പോലെ ആണെങ്കിൽ വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഇനി അതിന്റെ നേരെ തൊട്ട് ഇപ്പുറത്ത് അതാണ് സ്ക്വാഷ് കോർട്ട്. ഓക്കെ, ഇനി ഇതാ ഇവിടെ ക്രിക്കറ്റിന്റെ നെറ്റ്. അവിടെ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഒരു സൈഡിലുണ്ട്, പിന്നെ ഇവിടെ ഉണ്ടൊന്ന്. പിന്നെ അതാ ടെന്നീസ് കോർട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് ഒന്നുകൂടെ കാണാം. അതാ ഈ സൈഡിൽ കാണുന്നതാണ് ടെന്നീസ് കോർട്ടൊക്കെ ഉള്ള കോളേജസ് വളരെ വളരെ റെയറാണ്. അതിൽപ്പെട്ട ഒരു കോളേജാണ് നമ്മുടെ കോളേജ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് ബുക്ക് ഷോപ്പ്. ഇവിടെ ഇനി നമുക്കൊരു എന്താ പറയുക, ഒരു ഷോപ്പിംഗ് ഏരിയ പോലെയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ അങ്ങോട്ട് അതാ കോഫി ഷോപ്പ് കാണാം. അതിൻ്റെ പുറത്ത് ഷോപ്പൊക്കെ അടച്ചേക്കൊണ്ടിട്ട് രാത്രി ആയതുകൊണ്ട് ജ്യൂസ് ഷോപ്പ്, മൊബൈൽ ഷോപ്പ്, ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പ്, കൊറിയർ പോയിന്റ്. അതിൻ്റെ അപ്പുറത്ത് ഒരു അമൂലിൻ്റെ ബൂത്തും കാണാം. ഇതാണ് നമ്മളെ കോഫി ഷോപ്പത്തെ വെറൈറ്റീസ്, കണ്ടില്ലേ? ഇനി ഇതാ, പിന്നെ അവിടെ ഉണ്ട് ഇതാ. ഓക്കെ, 24/7 ഓണാണ്. എപ്പോഴും മസ്തി, എപ്പോഴും ചിൽ. നമുക്ക് അമൂലിലും പോവാം. ഇനി ഇത് അവിടെ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ കുറേ ഷോപ്പ് കാണാം. അതാ ഒരു ജനറൽ സ്റ്റോർ, ഇതൊക്കെ അടച്ചേക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ആൻറ്റി റാഗിങ് കൺട്രോൾ റൂം, ബാർബർ ഷോപ്പ്, അത് കഴിഞ്ഞിട്ട് ടൈലർ ഷോപ്പ് ഉണ്ട്. പിന്നെ അതങ്ങനെ വരികയാണെങ്കിൽ സ്റ്റുഡൻറ്റ് വെൽനെസ് സെൻറ്റർ, കമ്പ്യൂട്ടർ റൂം, സിവിൽ സ്റ്റാഫ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇലക്ട്രിക് ഇത് കംപ്ലയിൻറ്റ്സ് കൊടുക്കേണ്ട സ്ഥലം, അങ്ങനെ കുറേ എന്താ കണ്ട ഇലക്ട്രിക്കൽ സ്റ്റാഫ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതാണ് അശ്വിനി ഹോസ്റ്റൽ നമ്പർ 7. നമ്മൾ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹോസ്റ്റലാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ഷിഫ്റ്റ് ആവും. ഇനി നമ്മൾ കാണാൻ പോകുന്ന എയിംസിൽ 2 കിടിലം ബിൽഡിങ്ങുകളാണ്. ഇത് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ പറഞ്ഞാൽ മദർ ആൻഡ് ചൈൽഡ് ബ്ലോക്ക്, MCB എന്ന് പറയും. ഇവിടെ നമ്മൾ ഒബ്സ്ഗൈനി ആൻഡ് പീഡിയാട്രിക്സ് പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവുക. ആൻഡ് ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ OPD, മെയിൻ OPD, ന്യൂ റാക്ക് OPD എന്ന് പറയും. റാക്ക് എന്ന് പറഞ്ഞാൽ രാജ്കുമാരി അമൃത് കൗർ. സോ ന്യൂ റാക്ക് OPD. സോ നേരത്തെ പറഞ്ഞ പോലെ ഇതാകും നമ്മുടെ ന്യൂ റാക്ക് OPD. ആൻഡ് ഈ സൈഡിലുള്ള ഈ ബിൽഡിങ്ങാണ് നമ്മുടെ
MCB. ഇനി ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ എന്ത് വരിക, സർജറി ബ്ലോക്ക് വരിക. സർജറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ വരിക. പിന്നെയും ഇനി പറയുകയാണെങ്കിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് കുറേ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര മതി, ഇപ്പം നിങ്ങൾ ഇത്ര മതി, ബാക്കി നിങ്ങൾ കോളേജിൽ എത്തിയാൽ കാണാം. അപ്പോൾ ഇതാണ് എയിംസ് ഡൽഹി ആൻഡ് വരാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം അല്ലേ. അപ്പോൾ ഇതാണ് എയിംസ് ഡൽഹി ആൻഡ് എയിംസ് ഡൽഹിയിലെ വിശേഷങ്ങളും അബ്ദുൾ ഷുക്കൂറിൻ്റെ എക്സ്പീരിയൻസുകളും അല്ലേ. അതെ. അപ്പോൾ ഇനി ഇവിടെയൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ ഓൾ ഇന്ത്യ റാങ്കിലൊക്കെ ഒരു 100, 200, 300 റേഞ്ചിലൊക്കെ വരണം അല്ലേ. അങ്ങനെയാണെങ്കിലാണ് ഇവിടെ അഡ്മിഷനൊക്കെ കിട്ടുന്നത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അബ്ദുൾ ഷുക്കൂറിൻ്റെ ചാനലുണ്ട് കേട്ടോ, അവിടെ പോയി നോക്കിയാൽ. നമുക്ക് ഇടാം. അതെ, അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ. ആൻഡ് സോ ബൈ.